നമസ്കാരം. കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6ന്റെ 17ാം എപ്പിസോഡിൽ ബിഗ് ബോസിന്റെ ഒരു താക്കീത് ലഭിച്ചിരിക്കുകയാണ് വീട്ടുകാർക്ക്. മൈക്ക് ഊരിവെച്ച് ഡ്രസ് ചേഞ്ചിങ് റൂമിലിരുന്ന് സംസാരിക്കുന്നതാണ് ബിഗ് ബോസ് വിലക്കിയത്. ഡ്രസ് ചേഞ്ചിങ് റൂം അതിന് മാത്രമുള്ളതാണെന്ന് ബിഗ് ബോസ് വ്യക്തമായി തന്നെ പറഞ്ഞു. അതേസമയം എല്ലാവരോടും എന്ന നിലയിലാണ് ബിഗ് ബോസിന്റെ അറിയിപ്പ് വന്നതെങ്കിലും ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിലെ ബാത്റൂമിനടുത്തുള്ള വസ്ത്രം മാറാനുള്ള മുറിയുടെ അകത്ത് ജാസ്മിനും പുറത്ത് ഗബ്രിയുമാണ് ഉണ്ടായിരുന്നത്. ഡ്രസ് ചേഞ്ചിങ് റൂമിന്റെ വാതിലിനോട് അടുത്ത ഒരു ഇരിപ്പിടത്തിലിരുന്ന് ഉള്ളിലുള്ള ജാസ്മിനോട് വർത്താനം പറയുകയായിരുന്നു ഗബ്രി. അതിനിടയിൽ ശ്രീതു അടക്കം അവിടെ വന്നിരുന്നു. ഇവിടെ ഒരാൾ കൊതുക് കടി കൊള്ളാൻ നിലത്തിരിക്കുകയാണെന്ന് ഉള്ളിലുള്ള ജാസ്മിനെ ഉദ്ദേശിച്ച് ഗബ്രി പറയുന്നുമുണ്ട്. അതേസമയം ഞാൻ പേഴ്സണൽ സ്പേസ് എടുക്കാൻ ഇതിനകത്ത് ഇരുന്നതാണെന്നാണ് ശ്രീതുവിനോട് ജാസ്മിൻ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ ഇരുന്ന് പറയുന്നത്. പിന്നാലെ ബിഗ് ബോസ് അനൗൺസ്മെന്റ് നടത്തി. ഇതോടെ അവിടെ നിന്നും പോയ ശ്രീതു ഇത് നിങ്ങളെ ഉദ്ദേശിച്ചാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഞാൻ പുറത്തായിരുന്നു എന്ന് ഗബ്രിയും പറയുന്നുണ്ട്. എന്നെ ഉദ്ദേശിച്ചാണ് ഇതെന്ന് ജാസ്മിനും പറയുന്നു. ബിഗ് ബോസ് വീട്ടിലെ ക്യാമറയില്ലാത്ത ഏക റൂമാണ് ഡ്രസ് ചേഞ്ചിങ് റൂം. അതേസമയം എല്ലാവരോടും എന്ന് പറഞ്ഞെങ്കിലും ആ സന്ദർഭത്തിൽ ഡ്രസ് ചേഞ്ചിങ് റൂമിൽ ഉണ്ടായിരുന്നത് ഗബ്രിയും ജാസ്മിനുമായതിനാൽ അവരെ ഉദ്ദേശിച്ചാണ് ഈ താക്കീത് എന്നാണ് ബിഗ് ബോസ് ചർച്ചാ ഗ്രൂപ്പുകളിൽ വരുന്ന കമന്റുകൾ. അതേസമയം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരേ ടീമിലായ ജാസ്മിനും ശ്രീരേഖയും തമ്മിലുള്ള വാക്പോരിനും പ്രേക്ഷകർ സാക്ഷിയായി. നിലവിൽ ടണൽ ടീമിൽ ഒന്നിച്ചുള്ളവരാണ് ശ്രീരേഖയും ജാസ്മിനും. കഴിഞ്ഞ രാത്രിയിൽ ഉറക്കത്തിലായിരുന്ന ശ്രീരേഖയെ വിളിച്ചുണർത്തി ജാസ്മിൻ മാറിക്കിടക്കാമോ എന്ന് ചോദിച്ചുവെന്നതാണ് തർക്കത്തിലേക്ക് വന്ന വിഷയം. ഗബ്രിയും ജാസ്മിനും അടുത്തടുത്ത് കിടക്കാൻ വേണ്ടിയാണ് തന്നെ വിളിച്ചുണർത്തിയത് എന്ന് ആരോപിച്ചു ശ്രീരേഖ. അതേസമയം വല്ലാത്ത ചിലപ്പാണ് ഇതെന്ന് ജാസ്മിൻ പറഞ്ഞതോടെ അത് വാക്ക് തർക്കമായി. ചിലർ ഇവിടെ ഇത്താത്തയും ഇക്കാക്കയും കളിക്കാൻ വന്നിരിക്കുന്നു എന്നും ശ്രീരേഖ പറഞ്ഞു. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.